അപ്പോ ഞാൻ പൊന്മള പഞ്ചായത്തിലെ 22ാം വാർഡില് ജയിക്കാൻ വേണ്ടിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നീനല്ലോ. മനസ്സിലായി. ഞാൻ വിജയിച്ചു. നിങ്ങൾ തന്ന കാടമുട്ട പ്രയോഗമൊക്കെ ഫലിച്ചു. ഞങ്ങളെ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം എനിക്കാണ്. ഞാനൊരു 550 ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നത്. 2 വോട്ട് കുറഞ്ഞു. അത് നിങ്ങളെ ഒപ്പം നടക്കുന്ന ആളുകൾ തന്നെയാണ് നിങ്ങളെ വഞ്ചിച്ചിട്ട്. എന്നാലേ ആ 2 പേര് എന്റെ ഒപ്പം നടക്കുന്ന സുമയും ഓളെ ഹസ്ബൻഡും ഇക്കാരം. പഞ്ചായത്തിൽ ഭരണം ഇപ്പൊ നിങ്ങളെ പാർട്ടിക്ക് തന്നെ അല്ലേ? ഭരണം ഞങ്ങളെ പാർട്ടിക്ക് തന്നെയാണ്. എനിക്ക് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ആയിക്കാണ്ട് ഒരു സ്ഥാനം കിട്ടണം. അതിനും കൂടിയാണ് ഞാൻ തങ്ങപ്പാപ്പാന്റെ അടുത്തേക്ക് വന്നത്. അപ്പൊ വൈസ് പ്രസിഡന്റ് സ്ഥാനം നിങ്ങൾക്ക് കിട്ടണല്ലേ? എന്താ പ്രസിഡന്റ് ആയിക്കൂടെ? അതല്ല ഒന്നും കൂടി ഉത്തമം. എനിക്ക് അതിനെ പൂതി. പക്ഷേ ഞങ്ങളെ പഞ്ചായത്തിലെ ആണാണ് പ്രസിഡന്റ്. അതുകൊണ്ട് എനിക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം തന്നെ കിട്ടുള്ളൂ. അപ്പൊ വൈസ് പ്രസിഡന്റ് സ്ഥാനമാണ് നിങ്ങൾക്ക് ആവശ്യമല്ലേ? അതിപ്പോ ശരിയാക്കി തരാം. ഒന്ന് എണീറ്റുന്നുള്ളൂ. ഈ കോഴിമുട്ട വെറും കോഴിമുട്ടല്ല, ഇത് ശൈത്താനുമായുള്ള കമ്മ്യൂണിക്കേഷനാണ്. അതാണ് കോഴിമുട്ടയിലെ കരിക്കിലോ അത് എഴുതിയിട്ട് 4 കൂടെ സ്ഥലത്ത് കൊണ്ടുപോയിടുക, അല്ലെങ്കിൽ 3 വഴികൾ സംഗമിക്കുന്ന ജംഗ്ഷനിൽ കൊണ്ടുപോയി ഇടുക, ആൾ താമസമില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയി വെക്കുക, അതേപോലെ ഉപയോഗമില്ലാത്ത കിണറ്റിൽ കൊണ്ട് നിക്ഷേപിക്കുക, വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. ഇത് ശിർക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്, കുഫ്ർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അല്ലാഹ് വിളിച്ചു വാർത്തിക്കുന്ന വഴിയാണ് നിങ്ങൾ എഴുതുന്നത്. അതുവഴി ശിർക്കിന്റെ ആളായി ശൈത്താനെ ബോധ്യപ്പെടുത്തിയ നിന്റെ വഴിയിലേക്ക് ഇവൻ തയ്യാറാണ്, അവൻ ശിർക്ക് ചെയ്യാൻ റെഡിയായിട്ടുണ്ട് എന്ന വിവരം ശൈത്താനെ കൈമാറുന്നു. അതുവഴി പിശാചിന് ചെയ്യാൻ പറ്റിയ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതവൻ ചെയ്തു കൊടുക്കുന്നു. ഒരു ഭരണാധികാരിക്ക് ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടാകുമ്പോൾ തന്നെ അല്പം ഉളുപ്പും വേണം. ഇത് രണ്ടുമില്ലാത്ത ഒരു ഭരണാധികാരിയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് അല്പമെങ്കിലും ഉളുപ്പെന്നത് അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ രാജിവെച്ച് മാറുക എന്നുള്ളതാണ്.